മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരായ വീട്ടമ്മയുടെ പീഡന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. മൊഴികൾ പരസ്പര വിരുദ്ധമെന്നും സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പരാതി തള്ളണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത് തള്ളണമെന്ന് സർക്കാർ കോടതിയിൽ പറയുന്നത്? വേണു, ഒരു മാസം മുമ്പാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ്, ഡിവൈഎസ്പി ബെന്നി, അതോടൊപ്പം CI വിനോദ് എന്നിവർക്കെതിരെ ബലാത്സംഗ പരാതിയുമായി വീട്ടമ്മ രംഗത്തെത്തിയത്. 3 പേരും തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പിന്നീട് ഇത് ഹൈക്കോടതിയിൽ കേസെടുക്കാത്ത പശ്ചാത്തലത്തിൽ ഈ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിലാണ് നിലവിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടമ്മയുടെ പരാതി അടിസ്ഥാനരഹിതമാണ്, മൊഴികൾ പരസ്പര വിരുദ്ധമാണ്, ഒരു തരത്തിലും കേസെടുക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല, FIR ഇടാനുള്ള ഒരു തെളിവും ഇല്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ മാധ്യമ വാർത്തയുടെ അടക്കം അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണെങ്കിൽ പോലീസിന്റെ മനോവീര്യം തടയും, അല്ലെങ്കിൽ അത് ചോരുന്ന തരത്തിലുള്ള നടപടിയായി പോകുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് സുജിത് ദാസിനെതിരെ നിലവിൽ കേസെടുക്കാനുള്ള സാഹചര്യം ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഇല്ല. പരാതി വ്യാജമെന്ന നിലപാടാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വേണു, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.